എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ 2-3 ദിവസം മുൻപ് യൂട്യൂബിൽ നമ്മുടെ ഡാർക്ക് നെക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു DIY പാക്കിൻ്റെ വീഡിയോ കാണാനിടയായി. ഞാൻ നിങ്ങൾക്ക് കൂടെ ആ വീഡിയോ കാണിച്ചു തരാം. നിങ്ങളത് കണ്ടു വന്ന ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. കണ്ടില്ലേ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അവരെ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് പോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി DIY പാക്ക് ആണെന്നാണ് അവരതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലെമണും ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പ് പോക്കാൻ അത് ചളി പറ്റി പിടിച്ചിരിക്കുന്നതല്ല. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ആണിത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് കളറിൽ തിക്കായിട്ട് വെൽവെറ്റി പാച്ചസ് പോലെ കാണപ്പെടുന്ന ഒരു കണ്ടീഷനെയാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ പിഗ്മെന്റേഷൻ കണ്ടീഷൻ ആണ്. അക്കാന്തോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് തിക്കാവുന്നതിനും, നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് കളറിൽ ഒരു വെൽവെറ്റി പാച്ചസ് പോലെ കാണപ്പെടുന്നതിനെയാണ് കൂട്ടിച്ചേർത്ത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റും മാത്രമല്ല കേട്ടോ, കൂടാതെ ആംപിറ്റില്, ഗ്രോയില്, തുടയിടുക്കിലൊക്കെ ഇങ്ങനത്തെ കറുത്ത കളർ കാണപ്പെടുന്നുണ്ട്. അതൊരു ലെമണോ ബേക്കിംഗ് സോഡോ യൂസ് ചെയ്താൽ പോകുന്ന ഒരു സ്കിൻ കണ്ടീഷൻ അല്ല. അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഈ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന മെയിൻ കാരണം, ഇങ്ങനത്തെ ഒരു കറുത്ത കളർ ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഒരാൾ എന്താണ് ചെയ്യുക, വേഗം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും, എന്നിട്ട് ഇങ്ങനത്തെ പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പ്രത്യേകിച്ച് ലെമണും ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ള പാക്കുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറൂല, മാത്രമല്ല ഈ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷൻ ഉണ്ടാവാന്നുള്ളത് നമുക്ക് നോക്കാം. ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഒബേസിറ്റി ഉള്ളവർക്ക്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക്, അതായത് ഡയബറ്റിക് പേഷ്യൻസിന്, തൈറോയിഡ് ഉള്ളവർക്ക്, പിന്നെ സ്റ്റീറോയിഡ് മെഡിസിൻ കഴിച്ചിട്ട് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു 3 ക്രീമുകൾ സജസ്റ്റ് ചെയ്ത് തരാം. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഗ്ലൈക്കോലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ക്രീം തന്നെയാണ്. GLYCO6 അല്ലെങ്കിൽ GA6 ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നൈഗ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, ആ ക്രീമും യൂസ് ചെയ്യാം. അല്ലാണ്ട് എന്താ പറയുക, നമ്മളെ ബേക്കിംഗ് സോഡയോ ലെമണോ ഒന്നും യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സൺ ആവേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്. ബൈ.